കേരള രാഷ്ട്രീയത്തിൽ വീഴ്ചയടിച്ച UDF സുനാമി ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ അധികാര സമവാക്യങ്ങളെ അടിമുടി മാറ്റിമറിച്ചിരിക്കുകയാണ്. LDFന്റെ 10 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഉജ്ജ്വല വിജയം നേടിയ UDF മുന്നണിയിൽ ഇപ്പോൾ ചർച്ചകൾ മുഴുവൻ മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ചാണ്. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറികളിൽ ഒന്നിനാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത്. 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുക എന്നത് മുന്നണി നേതൃത്വത്തിന് മുന്നിലെ വലിയ വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുമ്പോൾ തന്നെ മന്ത്രിസഭയിലെ അംഗങ്ങളെക്കുറിച്ചുള്ള പ്രാഥമിക പട്ടിക തിരുവനന്തപുരത്ത് തയ്യാറായി കഴിഞ്ഞു. മന്ത്രിസഭയിൽ സിംഹഭാഗവും കോൺഗ്രസിനായിരിക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 12 മന്ത്രിസ്ഥാനങ്ങളാണ് കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വിജയം നേടിയ സാഹചര്യത്തിൽ ആഭ്യന്തരം, ധനം, റവന്യൂ, പൊതുമരാമത്ത് തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ വിട്ടുകൊടുക്കാതെ കൈവശം വയ്ക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിസഭയിൽ എത്തുമെന്നതും ഉറപ്പാണ്. സംഘടനാ മികവും തിരഞ്ഞെടുപ്പ് വിജയത്തിലെ പങ്കും അദ്ദേഹത്തിന് മുൻതൂക്കം നൽകുന്നു. K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നീ സീനിയർ നേതാക്കൾക്ക് സുപ്രധാന വകുപ്പുകൾ ലഭിക്കും. ഇത്തവണ വിജയത്തിൽ യുവ MLA-മാരുടെ പങ്ക് വളരെ വലുതാണ്. അതിനാൽ തന്നെ PC വിഷ്ണുനാഥ്, VT ബൽറാം, മാത്യു കുഴൽനാടൻ, M ലിജു എന്നിവർ പരിഗണനയിലുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി പുതുപ്പള്ളിയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ എത്തുമോ എന്നത് കേരളം ഉറ്റുനോക്കുന്ന കാര്യമാണ്. T സിദ്ദിഖ്, AP അനിൽകുമാർ, N ശക്തൻ എന്നിവരും പട്ടികയിലുണ്ട്. UDF മന്ത്രിസഭയിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ ഷാനിമോൾ ഉസ്മാൻ അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണ എന്നിവർക്ക് നറുക്കു വീണേക്കാം. UDFിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗ് ഇത്തവണ കൂടുതൽ കരുത്തോടെയാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. 22 സീറ്റുകൾ നേടി തങ്ങളുടെ കരുത്ത് തെളിയിച്ച ലീഗ് 5 മന്ത്രിസ്ഥാനങ്ങൾ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 5ാം മന്ത്രി വിവാദം മുന്നണിയെ ഉലച്ചിരുന്നെങ്കിലും ഇത്തവണത്തെ വൻ വിജയം ലീഗിന് വിലപേശൽ ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി തന്നെയാകും ലീഗ് നിരയെ നയിക്കുക. PK ബഷീർ, N ഷംസുദ്ദീൻ, ആബിദ് ഹുസൈൻ തങ്ങൾ, മഞ്ഞാളംകുഴി അലി എന്നിവരാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റു പ്രമുഖർ. KM ഷാജി സഭയിലേക്ക് തിരിച്ചെത്തിയതോടെ അദ്ദേഹത്തിനും സാധ്യത കൽപ്പിക്കപ്പെടുന്നു. MSF മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഹിലിയുടെ നിയമസഭാ പ്രവേശനം വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ലീഗിൽ നിന്ന് ഒരു വനിതാ മന്ത്രി എന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും സീനിയർ നേതാക്കളുടെ നിര നീണ്ടതായതിനാൽ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നതും കണ്ടറിയണം. ഇതിനു പുറമെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും ലീഗ് ആവശ്യപ്പെട്ടേക്കാം. 7 സീറ്റുകൾ നേടിയ ജോസഫ് വിഭാഗത്തിന് ഒരു മന്ത്രിസ്ഥാനം, ചീഫ് വിപ്പ് പദവിയുമാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മോൻസ് ജോസഫ് മന്ത്രിസഭയിൽ എത്താനാണ് സാധ്യത കൂടുതൽ. എന്നാൽ അബു ജോൺ ജോസഫിന്റെ പേരും ചർച്ചയിലുണ്ട്. തോമസ് ഉണ്ണിയാടനെ ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കാം. ചെറുകക്ഷികളെയും ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു സന്തുലിത മന്ത്രിസഭയാണ് UDF ലക്ഷ്യമിടുന്നത്. ഷിബു ബേബി ജോൺ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നതും ഉറപ്പാണ്. മുൻപ് മന്ത്രിയായിരുന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് മുന്നണിക്ക് ഗുണകരമാകും. അനൂപ് ജേക്കബിന് തന്റെ മുൻകാല വകുപ്പുകൾ തന്നെ ലഭിക്കാം. CP ജോണിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ആസൂത്രണ രംഗത്തുള്ള അദ്ദേഹത്തിന്റെ മികവ് പ്രയോജനപ്പെടുത്താൻ പാർട്ടി ആഗ്രഹിക്കുന്നു. CPM വിട്ട് UDFിൽ എത്തിയ G സുധാകരൻ, V കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ വൻ വിജയം നേടിയെങ്കിലും അവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ സാധ്യത കുറവാണെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയമായ മര്യാദകളും പാർട്ടിക്കുള്ളിലെ എതിർപ്പും ഇതിന് കാരണമായേക്കാം. അതുപോലെ RMPI നേതാവ് KK രമയ്ക്കും മാണി C കാപ്പനും ഇത്തവണ മന്ത്രിസ്ഥാനം ലഭിച്ചേക്കില്ല. പകരം പാർലമെന്ററി രംഗത്ത് മറ്റു പദവികൾ നൽകി അവരെ തൃപ്തിപ്പെടുത്തിയേക്കാം. സ്പീക്കർ പദവി കോൺഗ്രസ് തന്നെ നിലനിർത്താനാണ് സാധ്യത കൂടുതൽ. എന്നാൽ സമുദായ സമവാക്യങ്ങൾ പരിഗണിച്ച് ഇതിൽ മാറ്റം വന്നേക്കാം. ചീഫ് വിപ്പ് പദവി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകുന്നതിലൂടെ ഘടകകക്ഷികളെ അനുനയിപ്പിക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ സാമുദായിക സന്തുലനമാണ്. മുഖ്യമന്ത്രി സ്ഥാനവും സുപ്രധാന വകുപ്പുകളും വിഭജിക്കുമ്പോൾ ഈ 3 വിഭാഗങ്ങളെയും പിണക്കാതെ കൊണ്ടുപോകേണ്ടതുണ്ട്. തെക്കൻ കേരളം, മധ്യ കേരളം, മലബാർ എന്നിങ്ങനെ എല്ലാ മേഖലകൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകണം. പ്രത്യേകിച്ച് മലബാറിലെ UDFന്റെ വൻ കുതിപ്പ് മന്ത്രിസഭയിൽ പ്രതിഫലനം ഉണ്ടാവണം. കേരളത്തിന്റെ വികസന മുരടിപ്പിന് മാറ്റാനും സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും ശേഷിയുള്ള ഒരു മികച്ച ടീമിനെ കണ്ടെത്തുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നാൽ ഉടൻ വകുപ്പ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് മുന്നണി കടക്കും. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ കേരളം തങ്ങളുടെ പുതിയ ഭരണാധികാരിയുടെയും അവരുടെ ടീമിനെയും സെക്രട്ടേറിയറ്റിൽ കാണും. അഴിമതിരഹിതവും സുതാര്യമായ ഒരു ഭരണം ജനങ്ങൾക്ക് നൽകുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഈ 21-അംഗ മന്ത്രിസഭയ്ക്ക് മുന്നിലുള്ളത്. UDF സുനാമിയിൽ തകർന്നടിഞ്ഞ LDFന് മുന്നിൽ മികച്ച ഭരണത്തിലൂടെ തങ്ങളുടെ ജനപിന്തുണ ഉറപ്പാക്കാനാണ് പുതിയ സർക്കാർ ശ്രമിക്കേണ്ടതും.